Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2023 കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ കേരളത്തിൽ മെഡിക്കൽ, ബിഫാം, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ കോഴ്സ് ഈ 4 സെക്ടറിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രൊസീജിയറാണ് KEAM 2023. KEAMിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 10-നാണ്. ഏപ്രിൽ 10-ന് ശേഷം 10th to 20th വരെ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്യാനുള്ള സമയവുമാണ്. ഈ സമയത്ത് ധാരാളം വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് മിസ്റ്റേക്കുകൾ സംഭവിച്ചു, മെഡിക്കൽ എന്ന് ഞാൻ സെലക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗും കൂടെ ഞാൻ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്തില്ല, ആർക്കിടെക്ചറിന് സബ്മിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു, അത് സെലക്ട് ചെയ്യാൻ വിട്ടുപോയി, അല്ലെങ്കിൽ ബിഫാമിന് ഞാൻ സെലക്ട് ചെയ്യാൻ വിട്ടുപോയി. ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ധാരാളം വിദ്യാർത്ഥികൾ കംപ്ലൈൻറ്റ് ചെയ്തതിന് ഫലമായി എൻട്രൻസ് കമ്മീഷണർ KEAMിൽ നമുക്ക് കോഴ്സുകൾ ആഡ് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഏപ്രിൽ 10-ാം തീയതി വൈകുന്നേരം 7 മണി മുതൽ 12-ാം തീയതി വൈകുന്നേരം 5 മണി വരെ മാത്രമാണ് അതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KEAMിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയറിംഗിനാണ് നാം അലോട്ട്മെൻറ്റ്, എഞ്ചിനീയറിംഗ് ആണ് നാം ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്തുകൊണ്ട് എഞ്ചിനീയറിംഗിൻ്റെ എക്സാമിനേഷൻ എഴുതണം. ബിഫാം ആണ് നമുക്ക് താല്പര്യമെങ്കിൽ ബിഫാം സെലക്ട് ചെയ്തുകൊണ്ട് എഞ്ചിനീയറിംഗിൻ്റെ പേപ്പർ 1 എക്സാമിനേഷൻ നാം എഴുതണം. ഇനി മെഡിക്കലാണ് നാം ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ KEAMിൽ പരീക്ഷയൊന്നുമില്ല, എഴുതേണ്ടത് നീറ്റ് എക്സാമിനേഷനാണ്. പക്ഷേ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ KEAMിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ നാം ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിലെ റാങ്ക് ലിസ്റ്റിൽ നമ്മെ ഉൾപ്പെടുത്തുകയും അതുപോലെ കേരളത്തിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നമ്മെ പങ്കെടുപ്പിച്ച് കേരളത്തിലൊരു സീറ്റ് നമുക്ക് ലഭിക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളും KEAMിൽ മെഡിക്കൽ ആൻഡ് അലൈഡ് കോഴ്സസിലേക്ക് എന്നെ കൺസിഡർ ചെയ്യണമെന്ന് ടിക്ക് മാർക്ക് നിർബന്ധമായും കൊടുക്കുക. ഇതിനോടൊപ്പം 4ാമത്തെ സെക്ടറായ ആർക്കിടെക്ചർ കോഴ്സ്, എഞ്ചിനീയറിംഗിലെ ഡിസൈൻ സെക്ടറിൽ വരുന്ന, സിവിലിൻ്റെ സെക്ടറിൽ വരുന്ന BArch കോഴ്സിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ BArchലും എന്നെ കൺസിഡർ ചെയ്യണമെന്ന് ടിക്ക് മാർക്ക് കൊടുക്കണം. ഇത്രയും പ്രാധാന്യമുള്ള ഈ 4 സെക്ടർ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിംഗ് KEAMിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഇത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രത്യേകം ചെക്ക് ചെയ്യുക. ഞാനിത് എൻട്രി ചെയ്തിട്ടുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ആരും വെയിറ്റ് ചെയ്യാൻ പാടില്ല. 2 ദിവസം മാത്രമാണ് എൻട്രൻസ് കമ്മീഷണർ ഇത് കറക്റ്റ് ചെയ്യാനായി അനുവദിച്ചിരിക്കുന്നത്. ഏപ്രിൽ 10-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ 5 മണിക്ക് ശേഷമാണ് എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിലൂടെ ഈ എഡിറ്റ് ഓപ്ഷൻ തുടങ്ങുക. 11th ഒരു ദിവസവും 12th വൈകുന്നേരം 5 o'clock വരെ മാത്രമാണ് ഇതിന് അവസരമുള്ളത്. 12-ാം തീയതി വരെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് 5 മണിക്ക് ശേഷം നാം എഡിറ്റ് ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഈ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടോ. ഇനി ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് 4ഉം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഞാൻ പരീക്ഷ എഴുതാൻ പോയില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം വരത്തില്ല. പക്ഷേ ഇത് കൊടുത്തില്ലെങ്കിൽ നമ്മെ എക്സാമിനേഷനിലോ അല്ലെങ്കിൽ റാങ്കിങ്ങിലോ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലോ ഒന്നും പങ്കെടുപ്പിക്കുകയില്ല. അതുകൊണ്ട് ഇത് വേണോ വേണ്ടായോ എന്ന് സംശയം ഉള്ളവർ പോലും KEAMിലെ എഞ്ചിനീയറിങ്ങോ മെഡിക്കലോ ബിഫാമോ ആർക്കിടെക്ചറോ ഏത് 4 സെക്ടറും വേണമെങ്കിൽ ടിക്ക് മാർക്ക് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. അതിനുള്ള ആപ്ലിക്കേഷൻ്റെ എക്സാമിനേഷൻ ഫീ അടയ്ക്കണമെന്ന് മാത്രം. ഇങ്ങനെ നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നമുക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ 10-ാം തീയതിയും 12-ാം തീയതിക്കും ഇടയ്ക്കുള്ള ഈ സമയത്ത് കൃത്യമായി എഡിറ്റ് ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും തങ്ങൾക്കുള്ള എലിജിബിലിറ്റി നേടിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് ഈ ചാനലിലൂടെ കൃത്യമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കളിലേക്കും എത്താൻ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിലും മുമ്പോട്ട് വരുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനിലും
എക്സാമിനേഷൻ ടൈമിലും ഒക്കെ നിങ്ങളോടൊപ്പം ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഇതിനോടൊപ്പം ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാൻ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി പഠന സമയത്ത് പോലും നിങ്ങൾക്കൊരു ഹെൽപ്പ് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന മൊമെൻറ്റിൽ നിങ്ങൾക്ക് ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം, നേരിട്ട് വരാം. നിങ്ങളെ സഹായിക്കാൻ, നിങ്ങളെ വിജയം വരെ കൂടെ നിൽക്കാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. ഏവർക്കും ഏറ്റവും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.